നമസ്കാരം, ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 സയൻസ് ബാച്ചുകാർക്ക് വേണ്ടി കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ +1 സോളിഡ്സിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സോളിഡ്സ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, പാർട്ടിക്കിൾസ് വെൽ അറേഞ്ച്ഡ് ആണ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, റിജിഡിറ്റി പൊസസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്സിനെ പറ്റി. അപ്പൊ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി പൊസസ് ചെയ്യുന്ന, ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള, ഡെഫിനിറ്റ് വോളിയം ഉള്ള മാറ്ററിന്റെ ഫോം ആണ് എന്ന് പറയുന്നത് സോളിഡ് എന്ന് പറയുന്നത്. സോളിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് form of matter which possess rigidity and hence possess a definite volume and a definite shape. Definite shape ഉം definite volume ഉള്ള rigidity possess ചെയ്യുന്ന മാറ്ററിന്റെ ഫോം ആണ് എന്ന് പറയുന്നത് സോളിഡ് എന്ന് പറയുന്നത്. സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം, എന്തുമായിക്കോട്ടെ, ആറ്റമോ അയോണോ മോളിക്യൂളോ ആകാം. അത് ഏതായാലും ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് ഒരു ഡെഫിനിറ്റ് പൊസിഷൻ ഉണ്ടാകും, ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടാകും. അവർക്ക് കൃത്യമായിട്ടൊരു സ്ഥാനമുണ്ട്, ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ട്, ഡെഫിനിറ്റ് പൊസിഷൻ ഉണ്ട്. ആ മെയിൻ പൊസിഷനിൽ നിന്നുകൊണ്ട്, ആ ഡെഫിനിറ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നു. അവർ ഓസിലേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, അവർക്ക് മൊബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റം ആയാലും അയോൺ ആയാലും മോളിക്യൂൾ ആയാലും അവർക്ക് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടാകും. ആ മെയിൻ പൊസിഷനിൽ നിന്നുകൊണ്ട് അവർ ഓസിലേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് മൂവ് ചെയ്യാനെ കൊണ്ട് സാധ്യമല്ല, അവർക്ക് മൊബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. അതായത് ഈ പറഞ്ഞ സോളിഡ്സ് റിജിഡിറ്റി പൊസസ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. The constituent particles in solids have fixed position and can only oscillate about their mean position and are not free to move about. അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. That is, they possess rigidity. അങ്ങനെ അവർ എന്ത് പൊസസ് ചെയ്യുന്നു? റിജിഡിറ്റി പൊസസ് ചെയ്യുന്നു. മാത്രവുമല്ല ഈ പറഞ്ഞ സോളിഡ്സ് അവയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റിന്റെ ഓർഡർ അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ അനുസരിച്ച് സോളിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും amorphous സോളിഡ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് amorphous സോളിഡ്സ്. ഓർഡർ അനുസരിച്ച് പാർട്ടിക്കിൾസിന്റെ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ അനുസരിച്ച് സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് amorphous സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് റെഗുലർ ഫാഷനിലായിരിക്കും, ഓർഡർ ആയിട്ടായിരിക്കും, റെഗുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സോളിഡ് അവയിലെ പാർട്ടിക്കിൾസ് എയും ബിയും ആണെന്ന് വിചാരിച്ചോ. ഒരു സോളിഡ് ആണ്, അവയിലെ പാർട്ടിക്കിൾസ് ആരൊക്കെയാണെന്നാ പറഞ്ഞേ? എയും ബിയും. അപ്പം പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. എ, അടുത്തത് ബി, അടുത്തത് വീണ്ടും എ, അടുത്തത് ബി, അടുത്തത് വീണ്ടും എ, അടുത്തത് ബി. അടുത്ത പാർട്ടിക്കിൾ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും? എ. അടുത്ത പാർട്ടിക്കിൾ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ബി. അതായത് ഒരു ഓർഡർ ഉണ്ട് അറേഞ്ച്മെന്റിന്, റെഗുലർ ആയിട്ടാ വരുന്നത്. എ, ബി, എ, ബി, എ, ബി, എ, ബി. ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ഒന്നുകൂടി നോക്കാം. എ, എ, അടുത്തത് ബി, അടുത്തത് എ, എ, അടുത്തത് ബി. കണ്ടോ? ഒരു അറേഞ്ച്മെന്റ്, ഒരു ഓർഡർ ഉണ്ട്. റെഗുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ റെഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. റെഗുലർ ഫാഷനിലാണ് എങ്കിൽ
ഓർഡർലി അറേഞ്ച്ഡ് ആണ് എങ്കിൽ അങ്ങനെയുള്ള സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ വിളിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. In crystalline solids, the constituent particles are arranged in a regular fashion. Constituent particles are arranged in a regular fashion. Regular ആയിട്ട് ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സോളിഡ്സിനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂല. ഇതുപോലെ ഒരു ഓർഡർ ഒന്നും ഇല്ല, അടുത്ത പാർട്ടിക്കിൾ ഏതാ വരുന്നത് എന്ന് നമുക്ക് പറയാനെ കൊണ്ട് പറ്റൂല. ഓർഡറിലല്ല, ഇറഗുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ഇറഗുലർ ഫാഷനിലാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്ന് വിളിക്കും. അമോർഫസ് സോളിഡ്സ് നമ്മൾ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈൻ സോളിഡാ, സിങ്ക് സൾഫൈഡ് ക്രിസ്റ്റലൈൻ സോളിഡാ. എന്നാൽ ഗ്ലാസ്, റബ്ബർ തുടങ്ങിയവരൊക്കെ അമോർഫസ് സോളിഡ് ആണ്. ഗ്ലാസും റബ്ബറും ഒക്കെ അമോർഫസ് സോളിഡ് ആണ്. അപ്പൊ റെഗുലർ ആയിട്ട് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ് എങ്കിൽ അത് അമോർഫസ് സോളിഡ്സ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം, അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഒരെണ്ണം നമ്മളിപ്പോ പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് റെഗുലർ ഫാഷനിലാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് അതിന്റെ ഒരു യൂണിറ്റ് എടുക്കുന്നു, അതിന്റെ ഒരു ചെറിയ ക്രിസ്റ്റൽ എടുക്കുന്നു എന്ന് വിചാരിച്ചോ. ആ ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസ് പോലും റെഗുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ആ ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിന് പോലും ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ആയിട്ട് ആ ക്രിസ്റ്റല് മൊത്തം ത്രൂ ഔട്ട് ആയിട്ട് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഓർഡർലി അറേഞ്ച്ഡ് ആണ്. അത് മുഴുവൻ ആ ക്രിസ്റ്റല് മൊത്തം ഈ പറഞ്ഞതുപോലെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അത് ലോങ് റേഞ്ച് ഓർഡർ ആണ് എന്ന് പറയും. ലോങ് റേഞ്ച് ഓർഡർ, ലോങ് റേഞ്ച് ഓർഡർ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാര്യം പറയുമ്പോൾ the constituent particles are arranged in a regular fashion, that is long range order. Amorphous solids ആണെങ്കിൽ the constituent particles are arranged in a irregular fashion, that is short range order. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അത് ലോങ് റേഞ്ച് ഓർഡർ ആണ്. ആ സോളിഡ്സ് മൊത്തം പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത് റെഗുലർ ആയിട്ടായിരിക്കും, ഒരേപോലെ ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സ് അവിടെ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ഇറഗുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അങ്ങനെ പാർട്ടിക്കിൾസിനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പ് ഉണ്ടായിരിക്കും. ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസിന് ഓർഡർലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് അവർക്ക് ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പ് ഉള്ളവരാണ്. അമോർഫസ് സോളിഡ്സിന് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ ഓർഡർ ഇല്ല, അവര് ഇറഗുലർ ആണ്. അതുകൊണ്ട് അവരുടെ ഷേപ്പും ഇറഗുലർ ആയിരിക്കും, ഷേപ്പും ഇറഗുലർ ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവരാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 72 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിച്ചോ. 72 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു, 72 ഡിഗ്രി സെൽഷ്യസ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്നു, ഇത്തിരി സമയം കഴിഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു, അപ്പോഴും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര തന്നെ കാണിക്കും? 72 ഡിഗ്രി സെൽഷ്യസ് തന്നെ കാണിക്കും. ഷാർപ്പ് ആയിരിക്കും, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന്റെ മെൽറ്റിംഗ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ ഒരു അമോർഫസ് സോളിഡ് ആണ് എങ്കിൽ, ഒരു അമോർഫസ് സോളിഡ് ആണ് എങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് 60 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി സെൽഷ്യസ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മെഷർ ചെയ്ത് നോക്കണം, മെൽറ്റിംഗ് പോയിന്റ് 63 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല 60 ആണോ 63 ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ പറയും 60 to 63 ഡിഗ്രി സെൽഷ്യസ് ആണ്. 60 മുതൽ 63 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. 60 മുതൽ 63 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. അതായത് നമ്മളൊരു റേഞ്ച് ആണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്.
amorphous solids they melt over a range of temperature. They melt over a range of temperature. അപ്പോൾ crystalline solids ന്റെയും amorphous solids ന്റെയും ഡിഫറൻസ് ആ പറയുന്നത്. 3 പോയിന്റ് ഇപ്പോ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് crystalline solids the constituent particles are arranged in a regular fashion, that is long range order. Amorphous solids ന്റെ കാര്യം പറഞ്ഞേ the constituent particles are arranged in a irregular fashion, that is short range order. Crystalline solids they have a definite geometric shape. They have a definite geometric shape. Amorphous solids they have a irregular shape. Then അടുത്ത ഇപ്പോ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് crystalline solids have sharp melting point. Amorphous solids melt over a range of temperature. Melt over a range of temperature. Then അടുത്ത crystalline solids ന് definite heat of fusion ഉണ്ടായിരിക്കും. Crystalline solids have a definite heat of fusion. Amorphous solids do not have a definite heat of fusion. അവർക്ക് definite heat of fusion ഉണ്ടായിരിക്കില്ല. Crystalline solids ന് definite heat of fusion ഉണ്ടായിരിക്കും. ഇനി crystalline solid ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ മുറിച്ചാല്, ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ കട്ട് ചെയ്തെടുത്താല് നമുക്ക് കിട്ടുന്ന അതിന്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ അങ്ങ് മുറിക്കുന്നു, ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ മുറിച്ച് നമുക്ക് കിട്ടുന്ന ആ രണ്ട് പീസിന്റെയും സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. സ്മൂത്ത് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. അതായത് they undergo a clean cleavage എന്ന് പറയും. ഏതിന്റെ കാര്യത്തില്? crystalline solids. അപ്പൊ crystalline solids undergo a clean cleavage. കട്ട് ചെയ്തെടുക്കുമ്പോൾ, നമ്മൾ അതിനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സർഫസ്, ആ കട്ട് ചെയ്തതിന്റെ സർഫസ് അത് പ്ലെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ പറയും amorphous solids undergo irregular cut. Amorphous solids undergo irregular cut. അതിനെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് കിട്ടൂല. സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് കിട്ടുന്നത് ഏതിന്റെ കേസിലാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിലാണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് undergo a clean cleavage while amorphous solids undergo irregular cuts. Then അടുത്ത crystalline solids anisotropic ആണ്. crystalline solids anisotropic ആണ്. amorphous solids isotropic ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ പറയുന്നത് crystalline solids are anisotropic in nature. crystalline solids are anisotropic in nature. anisotropic എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു സോളിഡ് ആണെന്ന് വിചാരിച്ചോ, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്ന് വിചാരിക്കുക. ഇത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് എങ്കിൽ ഇതിനകത്തിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. അപ്പോഴേ ഞാൻ ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണലി ഈ പാർട്ടിക്കിൾസിനെ ഞാൻ നോക്കുവാണെങ്കിൽ എ ബി എ ബി എ എന്നാ വരുന്നത്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലെ ഓർഡർ നോക്ക്, എ ബി എ ബി എ ബി ഇങ്ങനെയാ പോകുന്നത്. പക്ഷെ ഇതാ ഞാൻ വെർട്ടിക്കൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിലോ, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിലോ നോക്കാം, എ എ എ. ഇനി ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിലോ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിലോ അതാ നോക്കാം, ബി 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 ബി. അപ്പം വെർട്ടിക്കൽ ആയിട്ട് എടുത്തപ്പം എല്ലാം എ ആയിരുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് എടുത്തപ്പം എല്ലാം ബി ആയി. ഡയഗണലി വന്നപ്പോൾ എങ്ങനെയായി? ഈ പറഞ്ഞ എ ബി എ ബി എ ബി അങ്ങനെയാ വന്നേ. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ്, ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്.
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് anisotropy. Anisotropy is due to different arrangement of particles along different direction. Different directionൽ different arrangement of particles അതിനെയാണ് നമ്മൾ anisotropy എന്ന് പറയും. ഇതാ നോക്കാം, ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് വന്നപ്പോൾ മൊത്തം A ആയി, ഹൊറിസോണ്ടൽ ആയിട്ട് വന്നപ്പോൾ മൊത്തം B ആയി, ഡയഗണലി വന്നപ്പോൾ എങ്ങനെ കിട്ടി നമുക്ക്? A B A B A B ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ anisotropy is due to different arrangement of particles along different direction. Crystalline solids are anisotropic in nature. Crystalline solids anisotropic ആണ്. Crystalline solids anisotropic എന്ന് പറയുന്നതിന് കാര്യം, ഇത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് എങ്കിൽ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതുപോലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ മെഷർ ചെയ്യുമെന്ന് വിചാരിച്ചോ. നമ്മൾ മെഷർ ചെയ്യുമ്പോഴാ ഡയഗണലി ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല വെർട്ടിക്കലി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല ഹൊറിസോണ്ടലി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഡയഗണലി മെഷർ ചെയ്തപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് കിട്ടിയ വാല്യൂ അല്ല വെർട്ടിക്കലി മെഷർ ചെയ്തപ്പോൾ. വെർട്ടിക്കലി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല ഹൊറിസോണ്ടലി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. Some physical properties like electrical resistance or refractive index show different values along different direction. ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് വാല്യൂസ് കാണിക്കുന്നു. ഒരേ ക്രിസ്റ്റലിൽ തന്നെയാണ്. Some physical properties like electrical resistance, refractive index show different values when measured along different direction in the same crystal. അതിനെയാണ് നമ്മൾ anisotropy എന്ന് പറയും. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഓർഡർ ആയിട്ടാണ്, റെഗുലർ ആയിട്ടാണ്. അപ്പം പല ഡയറക്ഷനിൽ പല രീതിയിലായിരിക്കും നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും അത് അനൈസോട്രോപ്പി ആണ് എന്ന് പറയും. പക്ഷെ അമോർഫസ് സോളിഡ്സിൽ അങ്ങനെയില്ല. ഏത് ഡയറക്ഷനിലായാലും പാർട്ടിക്കിൾസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. കാരണം അവിടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ ഒരു ഓർഡറും ഇല്ലാതെയാണ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഏത് ഡയറക്ഷനിൽ വന്നാലും പാർട്ടിക്കിൾസ് എല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് ഐസോട്രോപിക് ആണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ് ആണ്, യഥാർത്ഥ സോളിഡ് ആണ്. യഥാർത്ഥ സോളിഡ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ്, അത് കാപട്യമാണ്, കള്ളത്തരമാണ്, തോന്നിപ്പിക്കുന്നതാണ്. സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ നമ്മൾ പറയും സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയും. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അപ്പൊ ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡ് ആണ്, അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ആണ്. അവിടെ ആ ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന സൂപ്പർ കൂൾഡ് ലിക്വിഡ്, സ്യൂഡോ സോളിഡ്. അതിനു മുമ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്, അതിന്റെ ഡിഫറൻസ് ആ പറഞ്ഞേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ crystalline solids and amorphous solids. Crystalline solids, the constituent particles are arranged in a regular fashion, that is long range order. Amorphous the constituent particles are arranged in a irregular fashion, that is short range order. Crystalline solids in a definite geometric shape undayirikkum, amorphous solids in a irregular shape ayirikkum. Crystalline solids in a sharp melting point ആയിരിക്കും. Amorphous solids melt over a range of temperature. Crystalline solids have definite heat of fusion. Amorphous solids do not have definite heat of fusion. Crystalline solids undergo a clean cleavage. Amorphous solids undergo irregular cuts. Crystalline solids are anisotropic. Amorphous solids are isotropic. Important point ആണ്.
ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡ് ആണ്, അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാ പറയുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് ചിലപ്പോഴൊക്കെ ഈ അമോർഫസ് സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അമോർഫസ് സോളിഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈൻ ആകും. അമോർഫസ് സോളിഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചില ടെമ്പറേച്ചറിൽ അത് എന്തായിട്ട് മാറും? ക്രിസ്റ്റലൈൻ ആയിട്ട് മാറും. അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് ഗ്ലാസ് ഒബ്ജക്റ്റിനൊക്കെ മിൽക്കി അപ്പിയറൻസ് ഉണ്ടാകുന്നത്. ഗ്ലാസ് ഒബ്ജക്റ്റിനൊക്കെ അതിന് കളർ ചേഞ്ച് ഉണ്ടാകുന്നത് അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോഴാണ്. മാത്രവുമല്ല അമോർഫസ് സോളിഡ്സിന് ലിക്വിഡ്സിനെ പോലെ ഒഴുകാനുള്ള കഴിവുണ്ട്. വളരെ പതുക്കെ വളരെ സാവധാനത്തിൽ ഒഴുകാനുള്ള കഴിവ് ആർക്കുണ്ട്? അമോർഫസ് സോളിഡ്സിന്. Like liquids, amorphous solids have a tendency to flow very slowly. വളരെ പതുക്കെ വളരെ സാവധാനത്തിൽ ലിക്വിഡ്സിനെ പോലെ ഒഴുകാനുള്ള കഴിവ് ആർക്കുണ്ട്? അമോർഫസ് സോളിഡ്സിനുണ്ട്. So it is called സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓർ സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കും. അങ്ങനെ ലിക്വിഡ്സിനെ പോലെ സാവധാനത്തിൽ വളരെ സ്ലോ ആയിട്ട് ഒഴുകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അമോർഫസ് സോളിഡിനെ എങ്ങനെ വിളിക്കുന്നത്? സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കും. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കും. അതറിയണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ ജനൽ ചില്ലുകൾ നോക്കിയാൽ അതിന്റെ ഏറ്റവും താഴ്ഭാഗം കുറച്ച് തിക്കർ ആയിരിക്കും, കുറച്ച് കാഠിന്യം കൂടുതലായിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ഗ്ലാസ് എന്ന് പറയുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ് ആൻഡ് ഫ്ലോസ് ഡൗൺ വെരി സ്ലോലി. ഗ്ലാസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്, അത് വളരെ സാവധാനത്തിൽ താഴേക്ക് ഒഴുകും. And makes the bottom portion of glass slightly thicker. അതിന്റെ ഫലമായിട്ട് ആ ഗ്ലാസിന്റെ ബോട്ടം പോർഷൻ എന്തായിട്ട് മാറും? കുറച്ച് തിക്കർ ആയിട്ട് മാറും. അപ്പൊ ഗ്ലാസ് ഈ പറഞ്ഞ ജനൽ ചില്ലുകളുടെയൊക്കെ ഗ്ലാസ് അതിന്റെ താഴ്ഭാഗം തിക്കർ ആയിട്ട് വരുന്നതിന്റെ കാഠിന്യം കൂടി വരുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞാൽ മതി? ഗ്ലാസ് എന്ന് പറയുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്, അതിന് വളരെ സാവധാനത്തിൽ താഴേക്ക് ഒഴുകാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് അതിന്റെ ബോട്ടം പോർഷൻ തിക്കർ ആവും, സ്ലൈറ്റ്ലി തിക്കർ ആവുന്നു എന്ന് വേണം പറയാൻ. ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആൻഡ് ഫ്ലോസ് ഡൗൺ slowly and makes the bottom portion slightly thicker. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആ പറഞ്ഞത്. സോളിഡ്സിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. അവർ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ പറഞ്ഞത് സോഡിയം ക്ലോറൈഡും സിങ്ക് സൾഫൈഡും ആ പറഞ്ഞത്. അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഗ്ലാസും റബ്ബറും ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് പറഞ്ഞത് അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയുമാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് ട്രൂ സോളിഡ്, മറ്റൊന്ന് സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്, അത്രയും കാര്യങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ഇനിയും ക്ലാസിഫൈ ചെയ്യും. സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. ഇനി പറയാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങൾക്ക് പ്രദീപ്സ് അക്കാദമിയുടെ കെമിസ്ട്രി ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.